കഴിച്ചതിനെ തുടർന്ന് ഒരു കുടുംബത്തിലെ 3 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി പരാതി. നഗരത്തിലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പാര മീൻ കഴിച്ചവർക്കാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ബാക്കി വന്ന മീനിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, എന്താണ് ഇവർ പറയുന്നത്? റോഷ്നി, തലസ്ഥാനത്ത് മീൻ കഴിച്ച കൂടുതൽ പേർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ അത് വിഴിഞ്ഞം സംഭവവുമായി ബന്ധമില്ല. ഈ നഗരത്തിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങി വീട്ടിൽ കറി വെച്ച് കഴിച്ചവർക്കാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. 3 പേരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ പ്രവേശിപ്പിച്ചിരുന്നു. അതിൽ 2 പേർ ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഒരാളെ ഇന്ന് രാവിലെയോടുകൂടി ഡിസ്ചാർജ് ചെയ്തു. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ മീൻ കഴിച്ചതിന് ശേഷമാണ് ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത്. ശക്തമായ ഛർദിയും വയറിളക്കത്തെയും തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പാര മീനാണ് ഇവർ കഴിച്ചത്. അതിന് പിന്നാലെയാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടായത്. പക്ഷേ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ തന്നെ പറയുന്നത് ഫ്രഷ് മീനായിരുന്നു, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഈ നോക്കുമ്പോൾ മീൻ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഈ ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നം ഉണ്ടായതെന്ന കാര്യത്തിൽ ഈ ആശുപത്രിയിൽ കിടക്കുന്നവർക്കും കൃത്യമായി വ്യക്തതയില്ല. ഇതിന് പിന്നാലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ എത്തുകയും ഇവരിൽ നിന്ന് വിവരം തേടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇവർ കഴിച്ചതിന്റെ ബാക്കി ഈ മീനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. ആ സാമ്പിളുകൾ ഇതിനോടകം കൊച്ചിയിലെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് എന്നതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിന്റെ ഫലം കിട്ടാൻ ഒരാഴ്ചയെടുക്കും. ആരോഗ്യ വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നത് ഇത് ഭക്ഷ്യ വിഷബാധയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഒരു തീരുമാനമാകും എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്.